ക്ലൗഡിയസിൻ്റെ മരണശേഷം അധികാരത്തിലേക്ക് വന്ന ചക്രവർത്തിയാണ് നീറോ ചക്രവർത്തി. അധികാരത്തിൽ എത്തിച്ചേരുമ്പോൾ നീറോ ചക്രവർത്തിക്ക് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ക്ലൗഡിയസിൻ്റെ ദത്തുപുത്രനാണ് നീറോ. മാത്രമല്ല അയാളുടെ രണ്ടാമത്തെ ഭാര്യയായ അഗ്രിപ്പനയുടെ മറ്റൊരാളിലുണ്ടായ മകനാണ് നീറോ. ക്ലൗഡിയസിൻ്റെ മരണവാർത്ത ചക്രവർത്തിയുടെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ടുള്ള പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള ബൂറസ് അറിയുന്നത് അല്പം വൈകിട്ടാണ്. കാരണം അയാൾ അല്പം മാറിയുള്ള ഒരു പട്ടാള ക്യാമ്പിലായിരുന്നു. വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അയാൾ അവിടെ നിന്നും പുറപ്പെട്ട് റോമിൽ എത്തിച്ചേരുന്നുണ്ട്. അയാളുടെ ആ യാത്രയ്ക്ക് 1-2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അടുത്ത ചക്രവർത്തിയാകാൻ 2 പേർക്കാണ് സാധ്യത. ഒന്ന് നീറോ ചക്രവർത്തി, മറ്റൊന്ന് ബ്രിട്ടാനിക്കാസ്. അഗ്രിപ്പനയ്ക്ക് മുമ്പുണ്ടായിരുന്ന മെസ്സിലേനിയസ് എന്ന ഭാര്യയിലുണ്ടായ മകനാണ് ബ്രിട്ടാനിക്കാസ് ചക്രവർത്തിയാകാനുള്ള സാധ്യതയുണ്ട്. നീറോയും ചക്രവർത്തിയാകാനുള്ള സാധ്യതയുണ്ട്. സെനറ്റിൽ വെച്ച് ക്ലൗഡിയസ് എഴുതി വച്ചിരിക്കുന്ന വിൽപത്രം വായിക്കും. അതിൽ ബ്രിട്ടാനിക്കാസിൻ്റെ പേരാണെങ്കിൽ ബ്രിട്ടാനിക്കാസ് ആണ് അടുത്ത ചക്രവർത്തി. ക്ലൗഡിയസിൻ്റെ മരണശേഷം ബൂറസ് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്യണമെന്ന് അഗ്രിപ്പന നേരത്തെ ഉത്തരവ് നൽകിയിട്ടുള്ളതാണ്. കാരണം അഗ്രിപ്പന ഒരു സ്ത്രീ ആയതുകൊണ്ട് അടുത്ത ചക്രവർത്തി ആരാണെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് ഇടപെടാൻ സാധിക്കുന്നതല്ല. സെനറ്റ് ഹാളിലൊന്ന് പ്രവേശിക്കാൻ പോലുമുള്ള അധികാരം അഗ്രിപ്പനയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ബൂറസിനെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. ബൂറസിന് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. തനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് അടുത്ത ചക്രവർത്തി ആകുന്നതെങ്കിൽ, അല്ലെങ്കിൽ താൻ സഹായിച്ചത് കാരണമാണ് അടുത്ത ചക്രവർത്തി ഉണ്ടാകുന്നതെങ്കിൽ തനിക്കും തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് പ്രറ്റോറിയൻ ഗാർഡ്സിനും വലിയ സഹായം ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾ അതിവേഗതയിൽ പാഞ്ഞ് നീറോയുടെ അടുത്തെത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് നീറോയോട് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പ്രൊട്ടേറിയൻ ബറാക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നത്? നീറോയ്ക്ക് സംശയമായി. നമുക്ക് അവിടെ ചെല്ലണം. അവിടെ ചില സെനറ്റ് അംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സെനറ്റ് അംഗങ്ങളുടെ വലിയ പിന്തുണ തന്നെ വേണം. കാരണം സെനറ്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും വിൽപത്രം വായിക്കും. വിൽപത്രത്തിൽ ഇനി ബ്രിട്ടാനിക്കാസിൻ്റെ പേരാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ബ്രിട്ടാനിക്കാസ് അടുത്ത ചക്രവർത്തിയാകും. അവനെങ്ങാനും അടുത്ത ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ ഞാനും അതുപോലെ താങ്കളും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതല്ല, അവൻ കൊന്നുകളയുന്നതാണ്. കാരണം അതുപോലുള്ള ദ്രോഹങ്ങളാണ് ബ്രിട്ടാനിക്കാസിന് മേൽ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ബറാക്കിലേക്ക് പോകാം. അവിടെയുള്ള സെനറ്റ് അംഗങ്ങളെ കാണാം. സെനറ്റ് അംഗങ്ങളെ കാണിക്കുക എന്നത് മാത്രമായിരുന്നില്ല ബൂറസിൻ്റെ ലക്ഷ്യം. അവിടെ പ്രൊട്ടേറിയൻ ആർമി തന്നെ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൂടി നീറോയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിലൂടെ ബ്യൂറസിന് തന്നെയാണ് ലാഭം. കാരണം അയാളും ആ ആർമിയുടെ ഒരു ഭാഗമാണ്, ആ ആർമിയുടെ ഒരു തലവൻ തന്നെയാണ്. അങ്ങനെ നീറോയും ബ്യൂറസും ബറാക്കിൽ എത്തിച്ചേരുകയാണ്. അവിടെ ധാരാളമായി പ്രൊട്ടേറിയൻ ആർമിയിലെ അംഗങ്ങളുണ്ടായിരുന്നു. അതിനു പുറമെ കുറച്ച് സെനറ്റ് അംഗങ്ങളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 100ഓളം വരുന്ന സെനറ്റ് അംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരുടെ പിന്തുണ ലഭ്യമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിൽപത്രം വായിക്കുന്നത് തടയാൻ സാധിക്കുന്നതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള പാരിതോഷികം നൽകാനുള്ള ഉത്തരവ് ആ ഘട്ടത്തിൽ തന്നെ നീറോ നൽകുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നീറോ ചക്രവർത്തിയാകണം. പക്ഷേ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ നീറോയെ അടുത്ത ചക്രവർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അതിനു പുറമെ ബൂറസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പ്രൊട്ടേറിയൻ ഗാർഡിന് അവരുടെ ശമ്പളത്തിൽ വലിയ വർധനവ് തന്നെ കൊടുക്കുന്നുണ്ട്. കൂടാതെ എല്ലാവർക്കും പ്രത്യേകം റിവാർഡ് നൽകാമെന്ന് നീറോ പറയുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ സെനറ്റിലുള്ള ആ വിൽപത്രത്തിൻ്റെ വായന തടയാൻ സാധ്യമാകണം. അടുത്ത ദിവസം സെനറ്റ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് നീറോ ചക്രവർത്തിയും ഒപ്പം തന്നെ ബോറസും. കഴിഞ്ഞ ദിവസം ബറാക്കിൽ വെച്ച് കൈക്കൂലി വാങ്ങിയിട്ടുള്ള സെനറ്റ് അംഗങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ എല്ലാം നിർദ്ദേശാനുസരണം വിൽപത്രം വായിക്കേണ്ട ആവശ്യമില്ല, നീറോയെ തന്നെ നമുക്ക് അടുത്ത ചക്രവർത്തിയായിട്ട് വാഴിക്കാം. കാരണം വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ് നീറോ. ആ കഴിവ് പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുള്ളതുമാണ്. വലിയ രീതിയിലുള്ള അഗ്നിബാധ സംഭവിച്ചപ്പോൾ നീറോ ആയിരുന്നു എല്ലാത്തിൻ്റെയും മുൻപിൽ നിന്ന് നേതൃത്വം നൽകിയത്. അന്ന് സെനറ്റ് അംഗങ്ങൾ ചെയ്യേണ്ട ജോലി പോലും നീറോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീറോ ചക്രവർത്തിയാകുന്നത് റോമൻ സാമ്രാജ്യത്തിനും സെനറ്റ് അംഗങ്ങൾക്കും ഒരുപോലെ തന്നെ നല്ലതാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ അത് ഏറ്റുപിടിച്ചു. അങ്ങനെ നീറോ അടുത്ത ചക്രവർത്തിയായിട്ട് മാറുകയാണ്. പക്ഷേ വെറും 16 വയസ്സ് മാത്രമുള്ള നീറോയ്ക്ക് റോമൻ സാമ്രാജ്യം ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കുമായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു ഗൈഡിനെ അദ്ദേഹത്തിന് നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ട്യൂട്ടറായിട്ടുള്ള സെനക്കയാണ് അദ്ദേഹത്തിൻ്റെ ഗൈഡായിട്ട് മാറുന്നത്. സെനക്കയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം ഭരണങ്ങൾ നടത്താൻ. ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. കാരണം മെച്യൂറായിട്ടില്ല. 16 വയസ്സ് മാത്രമാണ് പ്രായം. പക്ഷേ ഈ സെനക്കയേക്കാൾ കൂടുതൽ അധികാരമുള്ള മറ്റൊരു വ്യക്തിയുണ്ട്.
16 വയസ്സുള്ള ഒരു കുട്ടിയുടെ മേൽ ഏറ്റവും കൂടുതൽ അധികാരം നൽകാൻ സാധിക്കുന്നത് ആർക്കായിരിക്കും? തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അമ്മയ്ക്കായിരിക്കും, അഗ്രിപ്പനയ്ക്ക് തന്നെയാണ്. അഗ്രിപ്പനയുടെ ആഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അഗ്രിപ്പനയ്ക്ക് അധികാരത്തോട് വലിയ മോഹമാണ്. അടുത്ത ക്ലിയോപാട്രയായിട്ട് മാറാൻ പോലും അവൾ ആഗ്രഹിച്ചിരുന്നു. കലിഗുലയുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കിയെടുത്ത് അതിലൂടെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് ആ കുഞ്ഞിനെ ചക്രവർത്തിയാക്കണമെന്ന് പോലും ഇവൾ ആഗ്രഹിച്ചിരുന്നതാണ്. ഈ കലിഗുല എന്ന് പറയുന്നത് അവളുടെ സ്വന്തം അച്ഛനിലും അമ്മയിലും ഉണ്ടായ സഹോദരൻ തന്നെയാണ്. അത്രയും വരെ കടന്ന രീതിയിൽ ചിന്തിച്ചിട്ടുള്ള അഗ്രിപ്പന പിന്നീട് വിവാഹം ചെയ്ത ക്ലൗഡിയസ് അവരുടെ അച്ഛൻ്റെ അനിയനായിരുന്നു. അത്രയും മോശമായിട്ടുള്ള ബന്ധങ്ങൾ പോലും ഏർപ്പെട്ട് അധികാരം നേടിയെടുത്തിരിക്കുകയാണ് അഗ്രിപ്പന. അത് തീർച്ചയായിട്ടും അവർ മുതലെടുക്കുന്നതാണ്. പക്ഷേ സെനറ്റ് ഹാളിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കുകയില്ല. അവരൊരു സ്ത്രീയാണ്. അതിനും അവരുടെ പക്കൽ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു. സെനറ്റ് ഹാളിലാണ് ഭരണകാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനിക്കുന്നത്. ഈ സെനറ്റ് ഹാളിൽ നടക്കേണ്ട മീറ്റിങ്ങുകളൊക്കെ തന്നെയും കൊട്ടാരത്തിലേക്ക് മാറ്റിയാലോ? അങ്ങനെ മാറ്റുകയാണെങ്കിൽ സെനറ്റ് ഹാളിൽ പ്രവേശിക്കാതെ തന്നെ അഗ്രിപ്പനയ്ക്ക് ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നതാണ്. നീറോയിലൂടെ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. നീറോയെ ഒരു കളിപ്പാവ് പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നീറോയെ കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ചു. പിന്നീടുള്ള സെനറ്റ് യോഗങ്ങളൊക്കെ നടന്നത് കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. അതെല്ലാം സാക്ഷ്യം വഹിക്കുന്നുണ്ട് അഗ്രിപ്പന. അഗ്രിപ്പനയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നീറോ ഇപ്പോഴത്തെ ചക്രവർത്തിയാണെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അഗ്രിപ്പന തന്നെയാണ്. പക്ഷേ അത് എക്കാലത്തും തുടർന്നു പോകുമോ? ആദ്യം നീറോയ്ക്ക് ഇത് വലിയ സഹായം തന്നെയായിരുന്നു. അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടി. പക്ഷേ ആ കുട്ടി വളർന്ന് ഒരു ചെറുപ്പക്കാരനായി മാറുമ്പോൾ, മെച്യൂർഡായി മാറുമ്പോൾ തൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവളകളല്ല, അത് ചങ്ങലകളാണെന്നുള്ള ബോധ്യം വരികയാണ്. താൻ ചക്രവർത്തിയാണ്, പക്ഷേ തനിക്ക് ഭരിക്കാൻ സാധിക്കുന്നില്ല. ഭരണമെല്ലാം നടത്തുന്നത് തൻ്റെ അമ്മയാണ്. സാധാരണഗതിയിൽ അവിടെ അച്ചടിക്കുന്ന കോയിനുകൾ അല്ലെങ്കിൽ നാണയങ്ങൾ, ആ നാണയങ്ങളിലൊക്കെ തന്നെയും ചക്രവർത്തിയുടെ പടമാണ് വരാറ്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ചക്രവർത്തിമാരുടെ പടവും വരും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീയുടെ പടം വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, അഗ്രിപ്പനയുടെ പടമാണ്. അഗ്രിപ്പനയുടെ നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ പോലും സംഭവിക്കുകയുണ്ടായി. നീറോ ആകെ അസ്വസ്ഥനായി. തനിക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല, ചക്രവർത്തി ആയതിൻ്റെ ഒരു സുഖവും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും കാരണക്കാരി തൻ്റെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് അയാൾ പതിയെ തൻ്റെ കയ്യിലുള്ള ചങ്ങലകൾ നീക്കം ചെയ്യാൻ തുടങ്ങി. ആദ്യം ചെയ്തത് കൊട്ടാരത്തിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന സെനറ്റ് യോഗങ്ങളൊക്കെ പഴയപടി സെനറ്റ് ഹാളിലേക്ക് തന്നെ മാറ്റുക എന്നതായിരുന്നു. അതിനു പുറമെ കോയിനിൽ നിന്നും അഗ്രിപ്പനയുടെ പടം നീക്കം ചെയ്യാനും അയാൾ തീരുമാനിച്ചു. ഇനി അച്ചടിക്കുന്ന കോയിനിലെല്ലാം തൻ്റെ പടം മാത്രം വന്നാൽ മതി. പതിയെ പതിയെ അധികാരങ്ങൾ തന്നിൽ നിന്നും അകന്നു പോകുന്നത് ആദ്യമൊന്നും അഗ്രിപ്പന ശ്രദ്ധിക്കുന്നില്ല. കാരണം അഗ്രിപ്പനയുടെ ലക്ഷ്യം മുഴുവനും മറ്റു പലതുമായിരുന്നു. അധികാരം എന്നേക്കുമായിട്ട് നിലനിർത്തണം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കൊലപാതകങ്ങൾ തന്നെ നടത്തേണ്ടതുണ്ട്. ആരൊക്കെയാണ് വെല്ലുവിളി നടത്താൻ സാധ്യതയുള്ളത്? ആർക്കൊക്കെയാണ് ഒരു ചെറുവിരളെങ്കിലും ചക്രവർത്തിക്ക് നേരെ, ആ സിംഹാസനത്തിന് നേരെ ഉയർത്താൻ സാധിക്കുന്നത്? അവരെയെല്ലാം കൊന്നുകളയുക. ആദ്യം കൊന്നുകളയുന്നത് ഒരു ഗവർണറായിട്ടുള്ള സെലേനിയസിനെയാണ്. സെലേനിയസ് ശക്തനാണ്, ബുദ്ധിമാനാണ്. അയാളെ ഭയമായിരുന്നു അഗ്രിപ്പനയ്ക്ക്. അതുകൊണ്ട് തന്നെ വകവരുത്തുകയായിരുന്നു. അയാളെ കൊല്ലാനായിട്ട് നീറോയുടെ ഫ്രീഡ്മാനെയാണ് ഉപയോഗിച്ചത്. ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയായിരുന്നു, പക്ഷേ ഇപ്പോൾ അടിമയല്ല. ഒരു അടിമയെ ഫ്രീഡ്മാനാക്കി മാറ്റുകയാണെങ്കിൽ അയാൾ ശരിക്കും ആ മാസ്റ്ററിനെ അല്ലെങ്കിൽ തൻ്റെ ഉടമയെ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ലൗഡിയസിൻ്റെ ഫ്രീഡ്മാനായിട്ടുള്ള നാഡ്സിയസ് ക്ലൗഡിയസിന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെ ആയിരുന്നു. ആ നാഡ്സിയസും ശക്തനായിരുന്നു. ആ നാഡ്സിയസിനെയും അഗ്രിപ്പനയ്ക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ നാഡ്സിയസിനെയും കൊന്നുകളയുകയാണ് ചെയ്തത്. റോമിലെ ആദ്യത്തെ ചക്രവർത്തിയായിട്ടുള്ള അഗസ്റ്റ്യസ് സീസറിൻ്റെ ചില നയങ്ങൾ തന്നെയാണ് നീറോ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. അഗസ്റ്റ്യസ് സീസർ ആദ്യം പൂർണ്ണമായിട്ടുള്ള അധികാരം സ്വീകരിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. അതൊരു ട്രിക്കായിരുന്നു. കുറേശ്ശെ ആയിട്ട് അധികാരം തന്നിലേക്ക് എത്തിക്കുക. അധികാരം അതുവരെ ആസ്വദിച്ചുകൊണ്ടിരുന്ന സെനറ്റ് അംഗങ്ങൾ പോലും അറിയാതെ അവരുടെ അധികാരങ്ങൾ പതിയെ പിടിച്ചെടുക്കുക. അത് മികച്ചൊരു തന്ത്രം തന്നെ ആയിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ചക്രവർത്തിയായിട്ട് സ്വയം മാറാൻ അഗസ്റ്റസ് സീസറിന് സാധ്യമായത്. നീറോയും അതേ പ്ലാൻ തന്നെയാണ് പിന്തുടരുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ താൻ പറയുന്നത്, എനിക്ക് ഇത്രയധികം അധികാരമൊന്നും വേണ്ട, ഈ അധികാരത്തിൻ്റെ നല്ലൊരു പങ്കും ഞാൻ സെനറ്റ് അംഗങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ രാജ്യത്തെ ഭരിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾ തന്നെ ഭരിക്കുക. അതിനുശേഷം കുറേശ്ശെ ആയിട്ട് ആ ഭരണം സ്വന്തം കൈപ്പിടിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നേടിയെടുക്കുന്ന അധികാരത്തിൻ്റെ നല്ലൊരു പങ്കും പോകുന്നത് അഗ്രിപ്പനയ്ക്കായിരുന്നു. പക്ഷേ പിന്നീട് പ്രായപൂർത്തി ആയപ്പോഴേക്കും
നീറോ ആ അധികാരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് ഉണ്ടായത്. അഗ്രിപ്പന അല്പം വൈകിയാണ് ആ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നത്. നീറോയോട് നേരിട്ട് കണ്ട് സംസാരിക്കുക തന്നെ ചെയ്തു. നീ എന്താണ് ഈ ചെയ്യുന്നത്? നിന്നെ ഈ അധികാരത്തിൽ എത്തിച്ചത് ഞാനാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നീ തന്നെ മതിയാവുകയുള്ളൂ. അധികാരത്തിലേക്ക് എത്തിച്ചത് എന്തിനാണെന്ന് അമ്മയ്ക്ക് തന്നെ ബോധ്യമുണ്ടായിരിക്കും. എനിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് ഭരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ അമ്മയുടെ വെറും ഒരു കുട്ടി മാത്രമല്ല, ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. രാജ്യത്തിനു വേണ്ടി, രാജ്യ നന്മയ്ക്ക് വേണ്ടി അധികാരം പൂർണ്ണമായിട്ടും ഞാൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അഗ്രിപ്പനയ്ക്ക് അത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അഗ്രിപ്പന ഒരു വെല്ലുവിളി തന്നെ നടത്തി. അങ്ങനെയാണെങ്കിൽ നിന്നെ ചക്രവർത്തിയാക്കി എനിക്ക് ബ്രിട്ടാനിക്കാസിനെ ചക്രവർത്തിയാക്കാനും സാധിക്കുന്നതാണ്. നിന്നെ ഞാനിപ്പോൾ വെറുക്കുകയാണ്. നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ബ്രിട്ടാനിക്കാസിനെയാണ്. നീറോയെ ഒന്ന് ഭീഷണിപ്പെടുത്തി അധികാരം വീണ്ടും നേടിയെടുക്കുക എന്ന ഒരു ഹിഡൻ അജണ്ട തന്നെ ആ പ്രസ്താവനയിലുണ്ടായിരുന്നു. നീറോയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. നീറോ ശരിക്കും ക്ലൗഡിയസിൻ്റെ മകളായിട്ടുള്ള ക്ലൗഡിയ ഒക്ടേവിയെ വിവാഹം ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പൊളിറ്റിക്കലി നടന്നിട്ടുള്ള ഒരു വിവാഹമായിരുന്നു. അവർ തമ്മിൽ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. രാജ്യാധികാരം നേടിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് ശരിക്കുമുള്ളൊരു പ്രണയമുണ്ട്. ആ പ്രണയം ഈ ഒക്ടേവിയോടല്ല, മറിച്ച് മറ്റൊരു സ്ത്രീയോടാണ്. പോപ്പിയ സബീന എന്നാണ് അവരുടെ പേര്. അതിസുന്ദരിയാണ് പോപ്പിയ സബീന. ഈ പ്രണയത്തിൻ്റെ വിവരം അഗ്രിപ്പന അറിയുന്നുണ്ട്. അഗ്രിപ്പന വാണിംഗും കൊടുക്കുന്നുണ്ട്. നിനക്ക് ഇവിടുത്തെ നിയമങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇത് റോമാണ്, ഈജിപ്റ്റ് അല്ല. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകാൻ പാടില്ല. ഒരേ സമയം ഒരാളെ ഭാര്യയാക്കിക്കൊണ്ട് മറ്റൊരു ബന്ധം തുടർന്നു പോകാനും സാധിക്കുന്നതല്ല. ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയാനുള്ള അധികാരം പോലും സെനറ്റിനുണ്ട്. ഇതൊരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ നീറോ അതൊക്കെ നിഷേധിക്കുന്നുണ്ട്. എനിക്ക് സബീനയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ഒരു സൗഹൃദം മാത്രമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യം നിരാകരിക്കുന്നുണ്ട് നീറോ. അഗ്രിപ്പനയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നീറോയെ ഇത് വലിയ രീതിയിൽ തന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഈ നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ തന്നെ അയാൾക്കുണ്ട്. പക്ഷേ സബീനയെ ഉപേക്ഷിക്കാനും അയാൾക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളൊരു ട്രിക്ക് പ്രയോഗിക്കുന്നുണ്ട്. സബീനയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുന്നുണ്ട്. തൻ്റെ സുഹൃത്തിനെ കൊണ്ട് തന്നെയാണ് വിവാഹം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അതൊരു ഫേക്കായിട്ടുള്ള വിവാഹമായിരുന്നു. ആളുകളുടെ മുൻപിൽ മാത്രമാണ് അവർ ഭർത്താവും ഭാര്യയും ആകുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെയും സബീന നീറോയുടെ ഭർത്താവാണ്. നീറോ മിക്ക സമയങ്ങളിലും സബീനയുടെ ഒപ്പം തന്നെയാണ് ചെലവഴിച്ചിരുന്നത്. തൻ്റെ വളർത്തച്ഛനായിട്ടുള്ള ക്ലൗഡിയസിനോടും വലിയ രീതിയിലുള്ള സ്നേഹമുണ്ടായിരുന്നു നീറോയ്ക്ക്. പൊതുവേദികളിലൊക്കെ അയാൾ ക്ലൗഡിയസിനെ കുറിച്ച് പുകഴ്ത്തി പറയുമായിരുന്നു. പക്ഷേ ക്ലൗഡിയസിൻ്റെ ആ റൂളിംഗ് ആയിരുന്നില്ല ഇയാൾ നടപ്പിലാക്കിയത്. നീറോയുടെ ഭരണം കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. ക്ലൗഡിയസ് ഒരുപാട് ഗെയിമുകൾ നടത്തുമായിരുന്നു. ശരിക്കും ആ ഗെയിമുകൾ നടത്തുന്നത് സെനറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന ബ്യൂറോക്രാറ്റോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒഫീഷ്യലുകൾ നടത്തുന്ന പല പരിപാടികളും ഗെയിമുകളുമൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ഈ റോമൻ എംപറർ തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിൽ പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ നീറോ ഇതിനെതിരായിരുന്നു. നീറോ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗെയിമുകളും പാർട്ടികളും ഒക്കെ നടത്താം, പക്ഷേ അതൊക്കെ നിങ്ങളുടെ പൈസ കൊണ്ടായിരിക്കണം. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു വെള്ളി നാണയം പോലും നിങ്ങൾക്കതിന് ലഭ്യമാവുകയില്ല. ഇത് ഒഫീഷ്യൽസിനെ വലിയ രീതിയിൽ തന്നെ അലട്ടുന്നുണ്ട്. നീറോയ്ക്ക് സ്നേഹം സ്വന്തം വളർത്തച്ഛനോട് മാത്രമായിരുന്നില്ല. സ്വന്തം ബയോളജിക്കൽ ഫാദർ ആയിട്ടുള്ള അബിനോ ബാർബസിനോടും വലിയ സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. അബിനോ ബാർബസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അതിന് പുറമെ അബിനോ ബാർബസിൻ്റെ പിറന്നാൾ ദിനത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ആ രാജ്യത്തിൻ്റെ തന്നെ വലിയൊരു സെലിബ്രേഷനായിട്ടാണ് ഇത് കൊണ്ടാടിയത്. ഈ സമയങ്ങളിലൊക്കെ അഗ്രിപ്പന വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. സബീനയുമായിട്ട് പ്രണയത്തിലാണ് നീറോ. അങ്ങനെയാണെങ്കിൽ ഭാവിയിലെങ്കിലും ഒക്ടേവിയയെ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡൈവോഴ്സ് ചെയ്തിട്ട് സബീനയെ അയാൾ വിവാഹം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അത് എങ്ങനെയും തടയേണ്ടതാണ്. കാരണം സബീനയ്ക്ക് അത്ര വലിയ കുടുംബ പാരമ്പര്യമൊന്നുമില്ല. ക്ലൗഡിയ ഒക്ടേവിയ എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ചക്രവർത്തിയുടെ മകൾ തന്നെയാണ്. അപ്പോൾ വലിയ ഒരു പവർ തന്നെയാണ് ഈ ക്ലൗഡിയ ഒക്ടേവിയയ്ക്കുള്ളത്. ആ പവർ തൻ്റെ കുടുംബത്തിനും തൻ്റെ മകനും നഷ്ടമാകുമെന്നുള്ള ഭയം അഗ്രിപ്പനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോപ്പി സബീനയെ കൊല്ലാൻ തന്നെ അഗ്രിപ്പന തീരുമാനിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താനും അവർ മുതിരുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലും തടയണം. ഈ സബീനയുമായിട്ടുള്ള തൻ്റെ പ്രണയബന്ധം അങ്ങനെ ഒരു പ്രണയബന്ധമേ അല്ല എന്നുള്ള ഒരു ധാരണ വരുത്തണം. ആ ധാരണ വരുത്താനായിട്ട് അയാൾ വേറൊരാളെ പ്രണയിക്കുന്നുണ്ട്. ഒരു അടിമ സ്ത്രീയെയാണ് പ്രണയിക്കുന്നത്.
അഗ്രിപ്പിന ആ വാർത്ത അറിയുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി സബീനയെ കൊല്ലാനുള്ള അഗ്രിപ്പിനയുടെ നീക്കങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം സബീനയെ കൊല്ലേണ്ട ആവശ്യമില്ല. ശരിക്കും അവൻ പ്രണയിക്കുന്നത് വേറൊരു സ്ത്രീയാണ്, ഒരു അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീയെ കൊന്നുകളയുകയാണ് അഗ്രിപ്പിന. അടിമ സ്ത്രീയുടെ മരണത്തിന് ശേഷം നീറോ തൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരു വിഷാദ കാമുകൻ്റെ മുഖംമൂടിയൊക്കെ അണിയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അയാൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സബീന ഇപ്പോഴും സുരക്ഷിതയായി തുടരുന്നതാണ്. ഇനിയൊരിക്കലും അമ്മയുടെ കൈകൾ അവൾക്ക് നേരെ തിരിയുന്നതല്ല. ആ ഒരു കൊലപാതകത്തോടുകൂടി അഗ്രിപ്പിനയും നീറോയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിൽ വിള്ളൽ വീഴുന്നുണ്ട്. ഇനി ഒരിക്കലും തൻ്റെ മകനായിട്ടുള്ള നീറോയെ പ്രീതിപ്പെടുത്തി ആ അധികാരങ്ങളൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല എന്നൊരു ധാരണ അഗ്രിപ്പിനയിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാർഗമുണ്ട്, നീറോയെ തന്നെ അങ്ങ് പുറത്താക്കാം. പക്ഷേ നീറോയെ കൊല്ലാനുള്ള മനസ്സ് അഗ്രിപ്പിനയ്ക്കില്ല. തൻ്റെ പ്രിയപ്പെട്ട മകനാണ്, അവനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ ചക്രവർത്തി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പകരം ബ്രിട്ടാനിക്കാസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. ക്ലൗഡിയസ് എഴുതി വച്ചിരിക്കുന്ന വിൽപത്രമുണ്ട്. ആ വിൽപത്രം വീണ്ടും വായിക്കാനുള്ള ഒരു നിർദ്ദേശം സെനറ്റ് അംഗങ്ങളെ കൊണ്ട് നടത്തേണ്ടതാണ്. അതെങ്ങനെയാണ് സാധ്യമാകേണ്ടത്? അതിനുവേണ്ടി ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ രൂപീകരിക്കണം. ഒരു കോൺസ്പിറസി തന്നെ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന തന്നെ നടപ്പിലാക്കുകയാണ്. ആ ഗൂഢാലോചനയുടെ വലിയൊരു ഭാഗമായിട്ട് ബ്രിട്ടാനിക്കാസും വരികയാണ്. ഒരു കാര്യം ഓർക്കണം, ബ്രിട്ടാനിക്കാസിൻ്റെ വേണ്ടപ്പെട്ട ആളുകളെയെല്ലാം കൊന്നുകളഞ്ഞവളാണ് അഗ്രിപ്പിന. അത് ബ്രിട്ടാനിക്കാസിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. തൻ്റെ പിതാവിനെ പോലും ഒരുപക്ഷെ അഗ്രിപ്പിനെ ആയിരിക്കും കൊന്നതെന്നുള്ള ധാരണ ബ്രിട്ടാനിക്കാസിനുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് അഗ്രിപ്പിനയുടെ ഒപ്പം നിൽക്കുകയാണ് ബ്രിട്ടാനിക്കാസ്. ബ്രിട്ടാനിക്കാസിൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് വ്യക്തമല്ല. ഒരുപക്ഷെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അഗ്രിപ്പിനെ കൊന്നുകളയാൻ പോലും അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അഗ്രിപ്പിനയുടെ പ്ലാനൊക്കെ വ്യത്യസ്തമാണ്. ബ്രിട്ടാനിക്കാസിനെ ഒരു ബൊമ്മയാക്കി മാറ്റുക, ഒരു ബൊമ്മ ചക്രവർത്തിയാക്കി മാറ്റുക, അതിലൂടെ അധികാരം തൻ്റെ കൈവെള്ളയിൽ എത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തുകയാണ്. പക്ഷേ ഈ വാർത്ത എങ്ങനെയോ ചോരുന്നുണ്ട്. ആ ചോർന്ന വാർത്ത നീറോയുടെ ചെവികൾ തന്നെ എത്തിച്ചേരുന്നുമുണ്ട്. അതിനെ തുടർന്നാണ് ബ്രിട്ടാനിക്കാസിനെ കൊല്ലാനുള്ള ഒരു തീരുമാനം നീറോ എടുക്കുന്നത്. അതുവരെ അയാൾ ചിന്തിച്ചിട്ട് പോലുമില്ല ബ്രിട്ടാനിക്കാസിനെ കൊല്ലുന്നതിനെക്കുറിച്ച്. എങ്ങനെയാണ് കൊല്ലേണ്ടത്? ആർക്കും സംശയമില്ലാത്ത രീതിയിൽ കൊല്ലണം. കാരണം ബ്രിട്ടാനിക്കാസ് സാധാരണക്കാരനല്ല. ബ്രിട്ടാനിക്കാസ് ക്ലൗഡിയസിൻ്റെ മകനാണ്. കൊന്നുകഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുന്നതാണ്. ആ കുറ്റം തൻ്റെ തലയിൽ വരാൻ പാടില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവം ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടാണ് കൊല്ലുന്നത്. അങ്ങനെ അയാൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. മരണത്തിൻ്റെ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിന് തടയിടുകയാണ് നീറോ. നീറോ പറയുന്നത് അവന് കുറേയധികം വർഷങ്ങളായിട്ട് ചുഴലിയുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ചുഴലി ബാധിച്ച് അവൻ പെടഞ്ഞു വീണ് മരിച്ചത്. വെറുതെ അന്വേഷണം നടത്തി നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ മതി. അവൻ മരിച്ചത് ചുഴലി വന്നിട്ട് തന്നെയാണ്. കാര്യമായിട്ടുള്ള അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല. സെനറ്റ് അംഗങ്ങളും അത് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അഗ്രിപ്പിനയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ബ്രിട്ടാനിക്കാസിനെ കൊന്നുകളഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട മകനായിട്ടുള്ള നീറോ തന്നെയാണെന്ന്. പക്ഷേ ഒരു അന്വേഷണം കൊണ്ടുവരണമെന്ന് അഗ്രിപ്പിനെ ആഗ്രഹിക്കുന്നില്ല. അന്വേഷണം വന്നു കഴിഞ്ഞാൽ നീറോയെ ശിക്ഷിക്കുന്നതാണ്. തൻ്റെ മകനെ അങ്ങനെ ശിക്ഷിക്കുന്നത് കാണാൻ അവർക്കൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് സെനറ്റ് അംഗങ്ങളുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ സെനറ്റ് അംഗങ്ങളെ ഉപയോഗിച്ചിട്ട് നല്ലൊരു അന്വേഷണം നടത്തി നീറോയെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ അതിനു മുതിരാതെ അവർ മറ്റൊരു അലെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തവണ അലെ ഉണ്ടാക്കുന്നത് ക്ലൗഡിയ ഒക്ടേവിയുമായിട്ട് ചേർന്നിട്ടാണ്. നീറോയുടെ ഭാര്യ തന്നെയാണ് ക്ലൗഡിയ ഒക്ടേവിയ. പക്ഷേ അവർ തമ്മിൽ വലിയ സ്നേഹബന്ധമൊന്നുമില്ല. അത് വെറും ഒരു പൊളിറ്റിക്കൽ മാരേജ് ആയിരുന്നു. വലിയ രീതിയിൽ തന്നെ ക്ലൗഡിയ ഒക്ടേവിയെ നീറോ ദ്രോഹിക്കുന്നുമുണ്ട്. ആ ഡൊമസ്റ്റിക് അബ്യൂസൊക്കെ കാരണം തന്നെ ആയിരിക്കണം അഗ്രിപ്പനയുടെ വലയത്തിലേക്ക് ക്ലൗഡിയ ഒക്ടേവിയയും വന്നു വീഴുന്നത്. അതിനു പുറമെ മറ്റ് സ്ത്രീകളുമായിട്ടുമുള്ള തൻ്റെ ഭർത്താവായ നീറോയുടെ ബന്ധം വ്യക്തമായിട്ട് തന്നെ അവൾക്ക് അറിയാമായിരുന്നു. ഇത്തവണ അഗ്രിപ്പന വളരെ വിപുലമായിട്ടുള്ള ഒരു അലയാണ് സൃഷ്ടിക്കുന്നത്. ഒരുപാട് ഒഫീഷ്യലായിട്ടുള്ള അംഗങ്ങളുണ്ട്. സെനറ്റിലെ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ തന്നെ ഈ ഒരു കോൺസ്പിറസി തിയറിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. ഈ വാർത്തയും നീറോയുടെ ചെവിയിലെത്തുന്നുണ്ട്. കാരണം ഒരുപാട് ചാരന്മാരെ നിയമിച്ചിട്ടുണ്ട് നീറോ. തനിക്കെതിരെ ഉണ്ടാകുന്ന ഗൂഢാലോചനകളെല്ലാം അയാളുടെ ചെവിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ വാർത്തയും അങ്ങനെ എത്തിച്ചേർന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ അലയുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള എല്ലാ സെനറ്റ് അംഗങ്ങളുടെയും അധികാരങ്ങൾ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുമുപരിയായിട്ട് തൻ്റെ അമ്മയായ അഗ്രിപ്പനെ കൊല്ലാനും അയാൾ തീരുമാനിക്കുകയാണ്. ഒരു മകനും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ അധികാരം നിലനിർത്താനായിട്ട് മനുഷ്യൻ എന്തും ചെയ്യും.
ആ മനുഷ്യൻ്റെ മറ്റൊരു ക്രൂരമായിട്ടുള്ള മുഖമാണ് ഇവിടെ നമുക്ക് നീറോയുടെ രൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അമ്മയെ കൊന്ന ഒരു വ്യക്തിയായിട്ട് അറിയപ്പെടാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു സാധാരണഗതിയിലുള്ള മരണമായിരിക്കണം. അതിനുവേണ്ടി അയാൾ ഒരു വലിയ കപ്പൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. വലിയ കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ വലിയ കപ്പലുകളുമായിട്ട് ഒന്നും താരതമ്യപ്പെടുത്തരുത്. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രമാണ്. ഒരു വലിയ ബോട്ടായിട്ട് മാത്രം കരുതിയാൽ മതി. ആ ബോട്ടിൻ്റെ ഉള്ളിൽ ഒരു വലിയ ലിവറുണ്ട്. ആ ലിവർ ഒന്ന് തള്ളി നീക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ജലം ഇരച്ച് കയറുന്നതാണ്. അതുതന്നെയാണ് നീറോയ്ക്ക് വേണ്ടത്. നീറോയുടെ പ്ലാൻ ഇങ്ങനെയാണ്: ഒരു മനോഹരമായിട്ടുള്ള ബോട്ട് നിർമ്മിക്കുക, അത് കടലിലേക്ക്, മെഡിറ്ററേനിയൻ സീയിലേക്ക് ഇറക്കുക, അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് തൻ്റെ അമ്മയായ അഗ്രിപ്പനെ ഏൽപ്പിക്കുക. അഗ്രിപ്പന ഈ കാര്യം അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ മകൻ എന്നെ ഉദ്ഘാടകയാക്കി മാറ്റുന്നോ? അതൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ അഗ്രിപ്പനയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമുള്ളതാണ്. അവർക്ക് അധികാരം, അതുപോലെ പോപ്പുലാരിറ്റി, അതിലൊക്കെ വലിയ പ്രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് രണ്ട് കൈ നീട്ടി അവർ സ്വീകരിക്കുന്നുണ്ട്. ആ കപ്പലിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു. ആ യാത്രയുടെ ഭാഗമായിട്ട് കുറച്ച് പട്ടാളക്കാരും അതിൽ കയറുന്നുണ്ട്. മകനായിട്ടുള്ള നീറോയോടും തന്നോടൊപ്പം യാത്ര ചെയ്ത് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാകാനായിട്ട് അഗ്രിപ്പന പറയുന്നുണ്ട്. പക്ഷേ നീറോ അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത്. ഇത് അമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ കപ്പലാണ്, ഒരു ആഡംബര കപ്പൽ തന്നെയാണ്. ഇതിൽ അമ്മ തന്നെ വേണം ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ. അഗ്രിപ്പനയ്ക്ക് സംശയമൊന്നും തോന്നിയില്ല. കപ്പൽ കടലിലേക്ക് തന്നെ, മെഡിറ്ററേനിയൻ സീയിലേക്ക് തന്നെ ഇറങ്ങി. കുറച്ച് ദൂരം യാത്ര ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രൊട്ടോറിയൻ ഗാർഡിലെ ഭടൻ, ആ ഭടൻ മുമ്പ് പറഞ്ഞിരുന്ന ആ ലിവർ പ്രയോഗിക്കുക തന്നെ ചെയ്തു. അതിനെ തുടർന്ന് ജലം ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് ശക്തമായ വേഗതയിൽ ഇടിച്ച് കയറാൻ തുടങ്ങി. കപ്പൽ പതിയെ മുങ്ങുകയാണ്. നീറോ ഇത് കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും പരിഭ്രാന്തപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഉദ്ഘാടന ദിനം തന്നെ കപ്പൽ തകർന്ന് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. നീറോയുടെ ആ ചിരിക്ക് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അഗ്രിപ്പന അധികം വൈകാതെ തന്നെ കരയ്ക്കെത്തുകയുണ്ടായി, ഒരു പോറൽ പോലും ഏൽക്കാതെ. അഗ്രിപ്പനയോടൊപ്പം ഉണ്ടായിരുന്ന ഭടന്മാരാണ് അവരെ സഹായിച്ച് കരയിലെത്തിക്കുന്നത്. പക്ഷേ ഇത് അഗ്രിപ്പനയെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. അവർക്ക് വ്യക്തമായി തൻ്റെ സ്വന്തം മകനായിട്ടുള്ള നീറോ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും ആ കൊട്ടാരത്തിൽ താമസിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിൽക്കുന്നത് വലിയ അപകടമാണ്. അതിനെ തുടർന്ന് മറ്റൊരു വില്ലയിലേക്ക് താമസം മാറ്റുകയാണ്. നീറോ അതുകൊണ്ടൊന്നും അയാളുടെ ശ്രമം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഒരു പ്രൊട്ടേറിയൻ ഗാർഡായിട്ടുള്ള ആൻറ്റിക്കസിനെ ആ വില്ലയിലേക്ക് അയക്കുകയാണ്. രഹസ്യമായിട്ട് വേണം ആ കൊലപാതകം നടത്താൻ. അത് കൊലപാതകമാണെന്ന് തോന്നരുത്, അതൊരു ആത്മഹത്യയായിട്ട് വേണം തോന്നാൻ. അങ്ങനെ രഹസ്യമായിട്ട് ആ വില്ലയുടെ ഭാഗമായിട്ട് മാറുന്ന ആൻറ്റിക്കസ് ആ കൊലപാതകം വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിന് അന്വേഷണമൊന്നും വേണ്ട എന്ന് നീറോ ഉറപ്പിച്ച് തന്നെ സെനറ്റിൽ പറഞ്ഞതാണ്. പക്ഷേ സെനറ്റ് അംഗങ്ങൾക്ക് അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അപ്പോൾ തന്നെ നീറോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അമ്മയെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണെന്നുള്ള ഒരു ധാരണ സെനറ്റ് അംഗങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആഹ്വാനം കൊടുക്കുകയാണ് സെനറ്റ്. അന്വേഷണം വലിയ രീതിയിൽ തന്നെ പുരോഗമിച്ചു. അതിൻ്റെ ഫലമായിട്ട് നീറോ തന്നെയാണ് സ്വന്തം അമ്മയെ കൊന്നതെന്ന് തെളിയിക്കാൻ അവർക്ക് സാധ്യമായി. അത് വലിയ രീതിയിൽ തന്നെ നാട് മുഴുവനും പ്രചരിക്കുകയും ഉണ്ടായി. സെനറ്റ് അംഗങ്ങൾക്ക് നീറോയെ ശിക്ഷിക്കാനൊന്നും സാധ്യമായില്ല. അയാൾ വിദഗ്ധമായിട്ട് തന്നെ ആ ശിക്ഷകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. ചക്രവർത്തിയുടെ അധികാരം ബുദ്ധിപൂർവ്വം തന്നെ ഉപയോഗിക്കാൻ അയാൾക്ക് സാധ്യമാകുന്നുണ്ട്. അതിനയാളെ സഹായിക്കുന്നത് സെനക്കസ് എന്ന അയാളുടെ ഗുരു തന്നെയാണ്. ഗുരുവിൻ്റെ സഹായത്താൽ ആ ഒരു ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയും ചക്രവർത്തി സ്ഥാനം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ തന്നെ നീറോയ്ക്കെതിരെ ജനരോക്ഷം ഉയർന്നു വരികയാണ്. സ്വന്തം അമ്മയെ വരെ അധികാരം നിലനിർത്താൻ വേണ്ടി കൊന്ന വ്യക്തി, ക്രൂരനായിട്ടുള്ള ചക്രവർത്തി, ഒരുപക്ഷെ റോമൻ സാമ്രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായിട്ടുള്ള വ്യക്തി അത് ഈ നീറോ ചക്രവർത്തി തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നീറോ ആണ് ഏറ്റവും ഭീകരനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ചക്രവർത്തി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ടൈബീരിയസ് ഒക്കെ അതിനേക്കാളൊക്കെ ക്രൂരനായിട്ടുള്ള വ്യക്തി തന്നെ ആയിരുന്നു. പക്ഷേ അത് ഈ ഒരു ഘട്ടം വരെ മാത്രമാണ്. താനൊരു വലിയ ക്രൂരനായിട്ടുള്ള ചക്രവർത്തിയാണെന്ന് ലോകം മുഴുവനും ഇപ്പോൾ അംഗീകരിക്കുകയാണ്. നനഞ്ഞു കഴിഞ്ഞു, ഇനി പൂർണ്ണമായിട്ട് മുങ്ങി നിവരാൻ. നീറോ അത്തരത്തിൽ മുങ്ങി നിവരാൻ തന്നെ തീരുമാനിച്ചു. അയാൾ വലിയൊരു ക്രൂരനായിട്ടുള്ള ചക്രവർത്തിയായിട്ട് പിന്നീട് അങ്ങോട്ട് മാറുകയായിരുന്നു. അമ്മയുടെ ഈ കൊലപാതകം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അയാൾ കൊന്നത്
അയാളുടെ പ്രിയപ്പെട്ട ഗുരുവായ അയാളെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ള സെനക്കസിനെ തന്നെയാണ്. സെനക്കസിനെ എന്തിനാണ് കൊന്നതെന്ന് വ്യക്തമല്ല, പക്ഷേ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് സെനക്കസിന് നീറോയുടെ മേലുള്ള അധികാരം കാരണമാണെന്നാണ്. കാരണം മറ്റാരും തൻ്റെ മുകളിലേക്ക് ഒരു അധികാരം ചുമത്തുന്നത് നീറോയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മയെ കൊല്ലാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. അതേ കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം സെനക്കസിനെയും അയാൾ കൊന്നുകളഞ്ഞു. ഇനിയും തൻ്റെ മുൻപിലുള്ള ഒരു തടസ്സം അത് ക്ലൗഡിയ ഒക്ടേവിയാണ്. ക്ലൗഡിയ ഒക്ടേവിയെ കൊല്ലണമെന്നോ ഡൈവേഴ്സ് ചെയ്യണമെന്നോ ഒന്നും ആദ്യം അയാൾ ചിന്തിക്കുന്നില്ല. കാരണം ക്ലൗഡിയ തൻ്റെ ഭാര്യയായിട്ട് തുടരുന്നതുകൊണ്ട് അയാൾക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. ചക്രവർത്തി സ്ഥാനം നിലനിന്ന് പോകണമെങ്കിൽ വലിയ രീതിയിലുള്ള കുടുംബ പാരമ്പര്യം വേണം. ഭാര്യയുടെ സൈഡിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു കുടുംബ പാരമ്പര്യം അയാൾക്കുണ്ട്. നീറോയ്ക്കും മികച്ച ഒരു കുടുംബ പാരമ്പര്യം തന്നെയാണ് ഉള്ളത്. അഗ്രിപ്പിനയുടെ മകനാണ്. അഗ്രിപ്പിന സാക്ഷാൽ ജർമേനിക്കസിൻ്റെ മകളാണ്. ജർമേനിക്കാസിൻ്റെ മറ്റൊരു മകനായിട്ടുള്ള കലിഗുല തൻ്റെ അമ്മയായിട്ടുള്ള അഗ്രിപ്പിനയുടെ സഹോദരനാണ്. മുൻപുണ്ടായിരുന്ന ചക്രവർത്തിയായിട്ടുള്ള ക്ലൗഡിയസ് തൻ്റെ അച്ഛൻ്റെ സഹോദരൻ കൂടിയായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള കുടുംബ പാരമ്പര്യമുണ്ട്. ക്ലൗഡിയയുടെ ആ സ്ഥാനവും വലിയ രീതിയിലുള്ള കുടുംബ പാരമ്പര്യം അയാളിലേക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അയാൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പോംപിയ സബീനയുടെ ഭാഗത്തു നിന്നാണ്. സബീനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത ചക്രവർത്തിനി ആവുക എന്നതാണ്. ചക്രവർത്തിയുടെ ഒരു വെപ്പാട്ടിയായിട്ട് കഴിഞ്ഞു പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ചക്രവർത്തിനി ആവുക എന്നത് തന്നെയാണ്. നിലവിലുള്ള ചക്രവർത്തിനിയായിട്ടുള്ള ക്ലൗഡിയെ ഡൈവേഴ്സ് ചെയ്യുക, തന്നെ വിവാഹം ചെയ്യുക. ഈ നിർദ്ദേശമാണ് നീറോയ്ക്ക് കൊടുക്കുന്നത്. നീറോയ്ക്ക് ഇതിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് തന്നെയായിരുന്നു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട സബീനയുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ക്ലൗഡിയെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിക്കുകയായി. പക്ഷേ ചുമ്മാ അങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് കളയാൻ സാധിക്കുകയില്ല. വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കാണിക്കണം. ഒരു സ്ത്രീയെ വകവരുത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റോമൻ സാമ്രാജ്യത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അവൾക്ക് ഒരു പരപുരുഷ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുക. അഡൾട്ടറി എന്ന കേസ് ചാർത്തി കൊടുക്കുക. ഈ സീരീസിൽ ഒരുപാട് തവണ ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു പട്ടമാണ് ഈ അഡൾട്ടറി. ആ അഡൾട്ടറി ഇവിടെയും ചാർത്തി കൊടുക്കുകയാണ് തൻ്റെ ഭാര്യയായിട്ടുള്ള ക്ലൗഡിയ ഒക്ടേവിയയുടെ ചുമലിൽ. അതുമാത്രമല്ല, തനിക്ക് ഇത്രയും വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിനെ സമ്മാനിക്കാനും അവൾക്ക് സാധ്യമായില്ല. അതിനുള്ള കഴിവ് അവൾക്കില്ല. പ്രാചീന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ കാലഘട്ടത്തിൽ പോലും അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യർ നമ്മളോടൊപ്പം കഴിയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത് പ്രചരിപ്പിച്ച് ഫലപ്രദമാക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ക്ലൗഡിയെ ഡൈവേഴ്സ് ചെയ്യുകയാണ്. ക്ലൗഡിയ ഇപ്പോൾ വലിയ രീതിയിൽ മനോവിഷമം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ മനോവിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ ക്ലൗഡിയെ രഹസ്യമായിട്ട് നീറോ കൊന്നുകളയുകയാണ്. കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് നടപ്പിലാക്കി എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് പരസ്യമായിട്ട് മാറുകയാണ്. ഓരോ കൊലപാതകം നടക്കുമ്പോഴും ആളുകൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു തങ്ങളുടെ ക്രൂരനായിട്ടുള്ള ചക്രവർത്തിയായ നീറോ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ദിനം പ്രതി ക്രൂരതയുടെ ഒരു മുഖമുദ്രയായിട്ട് നീറോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ടൈബീരിയസിനേക്കാൾ ക്രൂരനായിട്ടുള്ള വ്യക്തി, ഒരുപക്ഷെ റോമൻ സാമ്രാജ്യം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായിട്ടുള്ള ചക്രവർത്തി അത് നീറോ ചക്രവർത്തി തന്നെയാണ്. ഇതിനേക്കാൾ ക്രൂരനാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ കൊന്നു തള്ളിയത് ചില വ്യക്തികളെ മാത്രമാണ്. എന്നാൽ ഇനി കൊല്ലാൻ പോകുന്നത് അതിനുമപ്പുറം ഒരു ജനസമൂഹത്തെ തന്നെയാണ്. 64 AD വളരെ കുപ്രശസ്തമായിട്ടുള്ള റോമിലെ അഗ്നിബാധ. 6 ദിവസമാണ് ആ അഗ്നിബാധ നീണ്ടു നിന്നത്. സർക്കസ് മാക്സിമസ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലായിരുന്നു അഗ്നിബാധ സംഭവിച്ചത്. അത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള, വളരെ ഇടുങ്ങിയ ഒരു പട്ടണമായിരുന്നു. ധാരാളമായിട്ട് വ്യാവസായിക ശാലകൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഒരുപാട് കടകളും ഉണ്ടായിരുന്നു. വ്യാവസായിക ശാലകളെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തരുത്. പ്രധാനമായിട്ടും വിറകിൻ്റെയും തടിയുടെയും ഒക്കെ ശാലകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിറക് ഉപയോഗിച്ചിട്ടാണല്ലോ അവിടെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള വിറകുകൾ, അല്ലാതെ ഉള്ള വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള തടികൾ, പിന്നെ വസ്ത്രങ്ങൾ, തുണികൾ, അങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള വസ്തുക്കൾ സൂക്ഷിക്കുകയും വിൽക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ വ്യാവസായിക പട്ടണമായിരുന്നു ആ കാലഘട്ടത്തിൽ സർക്കസ് മാക്സിമസ്. ഒരു വേനൽക്കാലമായിരുന്നു. ചൂടേറിയ കാറ്റ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ആ ചൂടിൻ്റെയൊക്കെ സാന്നിധ്യം കാരണമായിരിക്കാം വലിയ രീതിയിൽ അഗ്നിബാധ ഉണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകൾ മരണമടയുകയും ചെയ്തു.
ലോകം മുഴുവനും പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്, ഒരു മിത്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ റോമൻ സാമ്രാജ്യം കത്തി അമരുമ്പോൾ വീണ വായിച്ച ഒരു ചക്രവർത്തി, ആ ചക്രവർത്തിയാണ് നീറോ ചക്രവർത്തി എന്ന്. പക്ഷേ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ വീണ വായിച്ച ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അയാൾ ഒരു ചക്രവർത്തി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രകാരനായിട്ടുള്ള ടാക്റ്റിയസ് പറയുന്നത്. ടാക്റ്റിയസ് നീറോയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നീറോയോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. നീറോയെ ഒരു ക്രൂരതയുടെ മുഖമുദ്രയാക്കി ചിത്രീകരിച്ച വ്യക്തിയാണ് ടാക്റ്റിയസ്. ടാക്റ്റിയസിന് നീറോയോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ടാക്റ്റിയസ് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ഈ ഒരു അഗ്നിബോധം സംഭവിക്കുന്ന സമയത്ത് നീറോ സ്ഥലത്തുണ്ടായിരുന്നില്ല, ആൻസ്യു എന്ന് പറയുന്ന മറ്റൊരു പ്രവിശ്യയിലായിരുന്നു. പക്ഷേ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അവിടെ നിന്നും അയാൾ റോമിലേക്ക്, കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. കൊട്ടാരം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. അഗ്നിക്കിരയായി വീടും സ്ഥാപനങ്ങളുമൊക്കെ നശിച്ച പാവപ്പെട്ട ആളുകൾ പിന്നീട് കുറേ കാലം ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അവിടെ വിതരണം ചെയ്യുന്നുമുണ്ടായിരുന്നു. കൂടാതെ അഗ്നി ശമിപ്പിക്കാനായിട്ട് ഒരുപാട് പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട് നീറോയ്ക്ക് ഇതിൽ വലിയ എക്സ്പീരിയൻസ് തന്നെയുണ്ട്. മുൻപ് റോമൻ സാമ്രാജ്യത്തിൽ വലിയ അഗ്നിബാധ ഉണ്ടായപ്പോൾ അവിടെ മുന്നിട്ടിറങ്ങി കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയത് നീറോ ആണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെയും നീറോ മുന്നിട്ടിറങ്ങി കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നശിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ആദ്യം മുതൽ തന്നെ ആ പട്ടണം രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. നീറോയുടെ ഭാഗത്തു നിന്നും ഒരു അബദ്ധം സംഭവിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതൊരു അബദ്ധമാണോ, മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ആ ഒരു സിറ്റി വീണ്ടും പുനർസൃഷ്ടിക്കുകയാണ്. വീണ്ടും ആ പാവങ്ങളുടെ വീടുകൾ വെച്ച് കൊടുക്കുന്നു, വ്യവസായിക ശാലകളൊക്കെ വീണ്ടും സ്ഥാപിക്കുന്നു. അതിനു പുറമെ ആ ഒരു മേഖലയുടെ പ്രധാനപ്പെട്ട ഭാഗത്തായിട്ട് വലിയൊരു കൊട്ടാരം തന്നെ സ്ഥാപിക്കുകയാണ്. ഡോമസ് ഒറോറ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കൊട്ടാരം സ്ഥാപിച്ചത് വലിയ രീതിയിലുള്ള ഒരു പരദൂഷണത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ചക്രവർത്തി അവിടെ വലിയൊരു കൊട്ടാരം സ്ഥാപിക്കുന്നത് കണ്ടില്ലേ? അയാളുടെ പ്ലാൻ ആയിരുന്നു, അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം വേണമായിരുന്നു ഒരു കൊട്ടാരം പണിയാനായിട്ട്. അതിനുവേണ്ടി ആ പ്രദേശം മുഴുവനും അഗ്നിക്ക് ഇരയാക്കി മാറ്റുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രചാരമാണ് ഈ വാർത്തയ്ക്ക് റോമിൽ അന്ന് കിട്ടുന്നത്. എല്ലാവരും അത് വിശ്വസിച്ചു. അത് സത്യമാണോ മിഥ്യയാണോ എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അതിനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നീറോ അത്ര നല്ലൊരു ചക്രവർത്തിയൊന്നുമല്ല, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ക്രൂരൻ ഇങ്ങനെ ചെയ്യാനും മടിക്കുന്നതല്ല, പക്ഷെ അതങ്ങനെ തർപ്പിച്ച് പറയാനും സാധിക്കുന്നതല്ല. ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. ചക്രവർത്തിയുടെ സ്ഥാനത്തിൽ തന്നെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത അയാൾ മണത്തറിഞ്ഞു. ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രാജ്യം ഭരിക്കുന്ന വ്യക്തികൾ, അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ചക്രവർത്തിയോ ആരുമായിക്കോട്ടെ, അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് മറ്റൊരു സംഭവം ഉണ്ടാക്കുക. ഇവിടെയും നീറോ അതുതന്നെയാണ് ചെയ്തത്. നീറോയുടെ പ്ലാൻ ഇപ്രകാരമായിരുന്നു: ഒരു വലിയ റൂമർ തന്നെ സൃഷ്ടിക്കുക. റൂമറല്ല, അതൊരു ഫാക്റ്റ് എന്ന രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുക. ഇവിടെ വലിയ അഗ്നിബാധയ്ക്ക് കാരണമായത് ഇവിടെ വരുന്ന ചെറിയൊരു മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. ആ കാലഘട്ടത്തിൽ റോമിൽ ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനികളാണ് ഇതിനെല്ലാം കാരണമെന്ന് അയാൾ വരുത്തി തീർക്കുകയാണ്. അതിനുശേഷം സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ഹോളോകാസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. മതം നോക്കി, ജാതി നോക്കി കൊന്നുകളയുകയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞെന്നോ പ്രായമേറിയ വൃദ്ധനെന്നോ ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ തുടക്കമെന്നോ ഒന്നും അവർ കരുതിയില്ല. കൊല്ലുന്നത് വെട്ടിയൊന്നുമല്ല, മറിച്ച് പരസ്യമായിട്ട് റോമൻ ഫോറത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കെട്ടിവെച്ച് അവരെ അഗ്നിക്ക് ഇരയാക്കിയാണ്. ജീവനോടുകൂടി തന്നെ അവരെ കത്തിച്ച് ചാമ്പലാക്കി കൊല്ലുകയാണ്. പലരും പറയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നരഹത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വേട്ടയാടൽ എന്ന് പറയുന്നത് ഹിറ്റ്ലർ നടപ്പിലാക്കിയിട്ടുള്ള ജൂതന്മാരെ കൊന്നുകൊണ്ടുള്ള വേട്ടയാടലാണെന്നാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള, അതിനേക്കാൾ പൈശാചികമായിട്ടുള്ള വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുള്ളത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ, ചരിത്രം പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ തലകുത്തനെ മറിയുന്നതും നമുക്ക് കാണാം.
അത് നമ്മുടെ ഈ സീരീസ് തന്നെ കുറേ അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് മടങ്ങി വരാം. ഇവിടെ ക്രിസ്ത്യാനികളെ ക്രൂരമായിട്ട് വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുകയാണ് ക്രൂരതയുടെ മുഖമുദ്രയായി മാറിയ നീറോ ചക്രവർത്തി. ഇങ്ങനെയുള്ള വേട്ടയാടലുകളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗൂഢാലോചനകൾ നടക്കുന്നതാണ്. ആ ചക്രവർത്തിയെ ആ സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ. ആദ്യത്തെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകുന്നത് കൽപൂർണിയോ പിസോയാണ്. ഈ പേര് നിങ്ങൾ കുറച്ച് മുൻപും കേട്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് എപ്പിസോഡുകൾക്ക് മുൻപ് ഇതേ പേര് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ജർമേനിക്കാസിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷേ ആ കൽപൂർണിയോ പിസോ അല്ല, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഇത് മറ്റൊരു വ്യക്തിയാണ്, വളരെ ധനികനായിട്ടുള്ള ഒരു നോബിൾമാനാണ്. അപ്പോൾ അയാളുടെ നേതൃത്വത്തിൽ ചക്രവർത്തിയെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടക്കുന്നത്. അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പ്രൊട്ടേറിയൻ ഗാർഡ്, അതായത് നീറോയുടെ പേഴ്സണൽ പ്രൊട്ടക്ഷണൽ ബോഡി ഗാർഡ് തന്നെ ഇതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം ഇയാളോടൊപ്പം കൂടെ ചേരുന്നുണ്ട്. അതിനു പുറമെ സെനറ്റ് അംഗങ്ങളും കൂടെ ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു കോൺസ്പിറസി തിയറി ആയിരുന്നു, നീറോ ചക്രവർത്തിയെ കൊല്ലാനുള്ള ഒരു തിയറി തന്നെ ആയിരുന്നു. പക്ഷേ ഈ വാർത്തയും മിലിക്കസ് എന്ന ഒരു ഫ്രീഡ്മാൻ വഴി, ഒരു ചാരൻ വഴി ചക്രവർത്തി അറിയുന്നുണ്ട്. ചാരന്മാരെ ഉപയോഗിക്കുന്നതിൽ അതിസമർത്ഥൻ തന്നെയായിരുന്നു നീറോ ചക്രവർത്തി. ആ ഒരു സാമർഥ്യം ഇല്ലായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നീറോ ചക്രവർത്തി ഇല്ലാതെയായനെ. അങ്ങനെ ഈ ഒരു കോൺസ്പിറസി തിയറിയും അയാൾ മനസ്സിലാക്കിയാണ്. അവരെ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ആദ്യം കൽപൂർണിയോ പിസോയാണ്, പിന്നെ പേഴ്സണൽ ബോഡി ഗാർഡ് അംഗങ്ങളെ കൊല്ലുന്നുണ്ട്, സെനറ്റ് അംഗങ്ങളെയും കൊല്ലുന്നുണ്ട്. ഈ കോൺസ്പിറസി ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം ഒരുപാട് ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ചക്രവർത്തിയെ കൊല്ലാനായിട്ട്. അതെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ്. പക്ഷേ 68 AD സുപ്രധാനമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഒരു ഹിസ്പാനിയയിലെ ഗവർണറായിട്ടുള്ള ഗാൽബയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഹിസ്പാനിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെയിനാണ്, അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയാണ്. അവരും ഇതേപടി തന്നെ ചക്രവർത്തിയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഒരു യുദ്ധം തന്നെ നടപ്പിലാക്കിയാണ്. ഗാൽബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സെനറ്റ് അംഗങ്ങളും പ്രൊട്ടേറിയൻ ഗാർഡിലുള്ള ചില ആളുകളും ചേരുന്നുണ്ട്. അങ്ങനെ വലിയൊരു സൈന്യമായിട്ട് തന്നെയാണ് ഈ യുദ്ധം നടക്കുന്നത്. റിവോൾട്ട് ഓഫ് വിൻഡെക്സ് എന്ന പേരിലാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. യുദ്ധത്തിൽ നീറോ ഒറ്റപ്പെട്ടു പോവുകയാണ്. തൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡിൻ്റെ ബഹുഭൂരിപക്ഷവും അപ്പുറത്തെ ചേരിയിലേക്ക് ചാടി പോവുകയാണ്. അങ്ങനെ നീറോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് അവിടെ സംഭവിക്കുന്നത്. തോൽക്കുമെന്ന് 100% ഉറപ്പായപ്പോൾ അയാൾ അവിടെ നിന്നും പലായനം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിട്ടുകളയാനൊന്നും ഗാൽബയുടെ സൈന്യം തീരുമാനിച്ചിരുന്നില്ല. പിന്തുടർന്ന് അയാളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ നീറോ തന്നെ സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അങ്ങനെ അടുത്ത ചക്രവർത്തിയായിട്ട് ഗാൽബ മാറുകയാണ്. അതൊരു അവസാനമായിരുന്നു, ഒരു വലിയ ഡൈനാസ്റ്റിയുടെ അവസാനം. ജൂലിയോ ക്ലൗഡിയൻ ഡൈനാസ്റ്റിയുടെ ഒടുക്കമായിരുന്നു. കുറേ അധികം വർഷങ്ങളോളം അവർ ഭരിച്ചിരുന്നു. പക്ഷേ അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഒടുക്കമായിരുന്നില്ല. റോമൻ സാമ്രാജ്യം അതിനുശേഷവും തുടർന്നു പോന്നിരുന്നു. എന്നാൽ ഈ ഡൈനാസ്റ്റി അവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം വരുന്നത് എ ഇയർ ഓഫ് 4 എംപറേഴ്സ് ആയിരുന്നു. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒറ്റ വർഷം 4 ചക്രവർത്തിമാരാണ് ഭരിച്ചത്. അത്രയധികം ഇൻസ്റ്റെബിലിറ്റി ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള സിവിൽ വാർ നടക്കുന്നുണ്ട്. ആ സിവിൽ വാറിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പട്ടാളക്കാരും മനുഷ്യരും മരിച്ചു വീഴുന്നുണ്ട്. ഗാൽബ ആദ്യം തന്നെ ചക്രവർത്തിയാകുന്നു. ഗാൽബയ്ക്ക് പക്ഷേ 70-ലധികം പ്രായമുണ്ടായിരുന്നു, ഒരു വൃദ്ധനായിരുന്നു. എന്നാൽ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെനറ്റ് അംഗങ്ങളും അതുപോലെ പ്രൊട്ടേറിയൻ ഗാർഡും മുന്നോട്ട് വരുന്നു. അയാൾ ചക്രവർത്തിയായിട്ട് മാറുകയാണ്. പക്ഷേ സാമ്പത്തികമായിട്ടും അപ്പോഴേക്കും റോം വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. ഗാൽബ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രാചീനമായിട്ടുള്ള ചില ഭരണ രീതികളൊക്കെയാണ് അയാൾ നടപ്പിലാക്കുന്നത്. ഇത് ആളുകളെയൊക്കെ തന്നെയും അസ്വസ്ഥരാക്കുകയാണ്. അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ഫിനാൻഷ്യൽ എയ്ഡുകളൊക്കെ തന്നെയും എടുത്തു മാറ്റുകയുണ്ടായി. നീറോ ചക്രവർത്തിയുടെ കാലത്ത് നീറോ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടേറിയൻ ഗാർഡിനും അതുപോലെ മിലിറ്ററിക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം കൊടുത്തിരുന്നു. അവരുടെ വേതനവിൽ വലിയ രീതിയിലുള്ള വർധനവ് തന്നെ വരുത്തിയിരുന്നു. അതൊക്കെ എടുത്തു മാറ്റുകയാണ് ഗാൽബ. ഇത് പ്രൊട്ടേറിയൻ ഗാർഡിനെയൊക്കെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പക്ഷേ അധിക നാളൊന്നും ഇയാൾ ഭരിക്കുകയില്ലല്ലോ, ഇപ്പോൾ തന്നെ 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഈ പ്രൊട്ടേറിയൻ ഗാർഡിന്. പ്രൊട്ടേറിയൻ ഗാർഡ് അദ്ദേഹത്തോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിക്കുകയുണ്ടായി, തങ്ങൾക്ക് പ്രായമായി, അതുകൊണ്ട് തന്നെ ഒരു ഹയറിനെ നിയമിക്കണം. അതായത് ഈ വ്യക്തി ഗാൽബ മരിച്ചതിന് ശേഷം അടുത്ത ചക്രവർത്തി ആരാണെന്ന് വിൽപത്രത്തിൽ എഴുതി വെക്കണം. അതിന് പ്രൊട്ടേറിയൻ ഗാർഡ് ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നുമുണ്ട്. മാർക്വസ് സാൽവിയസ് ഓതോയുടെ പേരാണ് പറയുന്നത്.
ഓദോ വലിയ രീതിയിൽ തന്നെയാണ് ഗാൽബയെ കഴിഞ്ഞ യുദ്ധത്തിൽ സഹായിച്ചത്. ഓദോ മറ്റൊരു പ്രവിശ്യയിലെ ഗവർണറാണ്. ആദ്യം ഗാൽബയെ ചക്രവർത്തിയാക്കാം, പ്രായമായ മനുഷ്യനാണ്, കുറച്ച് നാൾക്ക് ശേഷം മരണമടയും, അപ്പോൾ തനിക്ക് ചക്രവർത്തിയാകാം, അപ്പോൾ ഗാൽബ തൻ്റെ വിൽപ്പത്രത്തിൽ അയാളുടെ പേര് എഴുതി വയ്ക്കുമെന്നൊക്കെയുള്ള ധാരണ ഓദോയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഗാൽബ ആ പേര് എഴുതുന്നില്ല. പകരം മറ്റൊരു പേരാണ് എഴുതുന്നത്, കൽപൂർണിയസ് പിസോ. ഇവിടെ തെറ്റിദ്ധരിക്കരുത്, തൊട്ട് മുമ്പ് നമ്മളൊരു കൽപൂർണിയസ് പിസോയുടെ പേര് പറഞ്ഞു, അതിനു മുൻപ് വേറൊരു കൽപൂർണിയസ് പിസോ പറഞ്ഞു. ഈ പേരുകളൊക്കെ തന്നെ ഒന്നാണ്, പക്ഷേ ഈ 3 ആളുകൾക്കും തമ്മിൽ ഒരു രീതിയിലുള്ള ബന്ധവുമില്ല. ഇത് തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാധാരണ ഉള്ള ആളുകൾക്കൊന്നും, അല്ലെങ്കിൽ പട്ടാളക്കാർക്കോ പ്രൊട്ടേറിയൻ ഗാർഡിനോ ഒന്നും വലിയ പരിചയമില്ലാത്ത, എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ കൽപൂർണിയസ് പിസോ. ആ കൽപൂർണിയസ് പിസോയുടെ പേരാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഓദോയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമാകുന്നില്ല. തന്നെ ചതിക്കുകയാണ് ചെയ്തതെന്ന് ഓദോയ്ക്ക് വ്യക്തമായി. കാരണം തൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ചിട്ടാണ് ആ യുദ്ധത്തിൽ നീറോയെ തോൽപ്പിക്കാൻ സാധ്യമായത്. പക്ഷേ ഒടുവിൽ അധികാരം എനിക്ക് തരുന്നില്ല. സ്വാഭാവികമായിട്ടും ഓദോ ഇതിനെ എതിർക്കുന്നതാണ്. ഓദോ ഒരു പ്രൊട്ടേറിയൻ ഗാർഡിനെ ഉപയോഗിച്ചിട്ട് പരസ്യമായിട്ട് ആളുകളുടെ മുൻപിൽ വെച്ച് തന്നെ ഗാൽബയെ കൊല്ലുകയാണ്. അതിനുശേഷം സെനറ്റിൻ്റെയും പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെയും സഹായത്തോടു കൂടി തന്നെ ഓദോ അധികാരത്തിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ ഓദോ ഇങ്ങനെ അധികാരത്തിൽ എത്തിച്ചേരുന്നത് ഗർമേനിയയിലെ ഗവർണറായിട്ടുള്ള വിറ്റിലിയസിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ഓദോയേക്കാൾ ശക്തനാണ് ഗർമേനിയയിലെ ഗവർണറായിട്ടുള്ള ഞാനിവിടുള്ളപ്പോൾ എന്തിനാണ് ഓദോ പുതിയ ചക്രവർത്തിയാകുന്നത്? എനിക്ക് നല്ലൊരു സൈന്യമുണ്ട്, ഞാൻ അവരെ തോൽപ്പിക്കുന്നതാണ്. വിറ്റിലിയസ് അയാളുടെ സൈന്യവുമായിട്ട് റോമിലേക്ക് സഞ്ചരിച്ചു. അവിടെ ശക്തമായിട്ടുള്ളൊരു യുദ്ധം വീണ്ടും നടക്കുകയാണ്, തുടർച്ചയായിട്ടുള്ള യുദ്ധം തന്നെ. റോമിലെ സാധാരണക്കാരുടെ ജീവിതം വളരെയധികം വിഷമകരമായി മാറുകയാണ്. ആ യുദ്ധത്തിൽ ഓദോയ്ക്ക് കനത്ത പരാജയം തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. നീറോ ചെയ്തതുപോലെ തന്നെ ഇയാളും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വിറ്റിലസ് ആണ് പിന്നീട് ചക്രവർത്തിയായിട്ട് മാറുന്നത്. വലിയ സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കം തന്നെയാണ് റോമിലുള്ളത്. പക്ഷേ വിറ്റിലിയസിന് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അയാൾക്ക് സുഖകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ടൈബീരിയസിനെ പോലെ തന്നെയുള്ള മറ്റൊരു വ്യക്തി. അയാൾക്ക് രാജ്യം എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എങ്ങനെ പോയാലും കുഴപ്പമില്ല, എനിക്ക് സുഖകരമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കണം, എനിക്ക് ആവശ്യമായിട്ടുള്ള പെണ്ണ്, മദ്യം, ഗെയിംസ് അതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം. ഇത് ആളുകൾ വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഒരു ചക്രവർത്തിക്ക് ഉണ്ടാകേണ്ട ഒരു കഴിവും വിറ്റിലിയസിനില്ല. പക്ഷേ റോമൻ സാമ്രാജ്യം ഭരിക്കാൻ കഴിവുള്ള ശക്തനായിട്ടുള്ള ഒരു നേതാവ് കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു. അത് വെസ്പേഷ്യൻ ആയിരുന്നു. നിലവിൽ ജുദയയിലെ ഗവർണറാണ് വെസ്പേഷ്യൻ. ജുദയ എന്ന് പറയുന്നത് ഇന്നത്തെ പലസ്തീനും ഇസ്രയേലും ഒക്കെ വരുന്ന ഭൂഭാഗമാണ്. അതായത് ഈജിപ്തിൻ്റെയും സിറിയയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഭരിക്കുകയാണ്. നീറോയാണ് അവിടേക്ക് ഈ വെസ്പേഷ്യനെ അയക്കുന്നത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ജൂത കലാപം ജുദയയിൽ നടക്കുകയായിരുന്നു. അത് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടാണ് വെസ്പേഷ്യനെ അവിടേക്ക് അയച്ചത്. വിദഗ്ധനായിട്ടുള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കമാൻഡർ തന്നെയായിരുന്നു വെസ്പേഷ്യൻ. അയാൾക്ക് നല്ല രീതിയിൽ തന്നെ ജുദയെ മെരുക്കിയെടുക്കാനും ഭരിക്കാനും സാധ്യമായി. വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ് റോമിന് നൽകുന്നത് ഈ ജുദയും തൊട്ടടുത്തുള്ള സിറിയയും ഈജിപ്തും തുർക്കിയുടെ ചില ഭാഗങ്ങളുമൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള ഗവർണറെല്ലാം കൂടി തീരുമാനിച്ചു, ഞങ്ങളുടെ അടുത്ത ചക്രവർത്തി വെസ്പേഷ്യനാണ്, വിറ്റിലിയസിന് ചക്രവർത്തിയാകാനുള്ള ഒരു യോഗ്യതയുമില്ല, അയാളെ അവിടെ നിന്ന് പുറത്താക്കണം. റോം നിലനിന്ന് പോകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 3 പ്രവിശ്യയുടെ സഹായത്താൽ തന്നെയാണ്. ആ പ്രവിശ്യയിൽ നിന്ന് ലഭ്യമാകുന്ന പണവും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളും ഉപയോഗിച്ചിട്ടാണ് റോം തന്നെ സ്വയം ജീവിച്ചു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു രാജ്യമാക്കി മാറ്റാം. ഈസ്റ്റ് റോം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു രാജ്യം. പക്ഷേ ഈ ഈസ്റ്റ് മാത്രം പോരാ, ഞങ്ങൾക്ക് റോം പൂർണ്ണമായിട്ടും വേണം. ഇനി ഇവിടെ നിന്നും ഒരു കപ്പൽ പോലും ധാന്യങ്ങളുമായിട്ട് റോമിലേക്ക് പോകുന്നതല്ല. കപ്പലിനി അങ്ങോട്ട് പോകും, പക്ഷേ ആ കപ്പലിൽ നിറയെ പട്ടാളക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ ചെന്ന് വിറ്റിലിയസിനെ കീഴടക്കി റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും വെസ്പേഷ്യൻ്റെ കാൽ കീഴിലാക്കുക. ഇങ്ങനൊരു തീരുമാനത്തിലേക്കാണ് ആ ഏരിയയിലുള്ള ഗവർണർമാരൊക്കെ എത്തിച്ചേരുന്നത്. പക്ഷേ യുദ്ധപ്പടയും നയിച്ച് വെസ്പേഷ്യൻ അവരോടൊപ്പം പോകുന്നില്ല. വെസ്പേഷ്യൻ ജുദയിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം സകല സൈനികരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഫോറിൻ ശക്തികൾക്ക് ഇവിടേക്ക് ആക്രമിച്ചു വന്ന് കീഴ്പ്പെടുത്താൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് വെസ്പേഷ്യനും കുറച്ച് പട്ടാളക്കാരും ഒക്കെ അവിടെ തുടരുകയാണ്. സിറിയയിലെ ഗവർണറായിട്ടുള്ള മുസീനിയസ് ആണ് അവിടേക്ക് പടയും നയിച്ചു പോകുന്നത്.
വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് നടന്നത്. പക്ഷേ യുദ്ധതന്ത്രങ്ങളൊന്നും അറിയില്ലായിരുന്നു വിറ്റിലിയസിന്. ഒരു യുദ്ധതന്ത്രവും ഇല്ലാത്ത വിറ്റിലിയസിനെ വളരെ അനായാസം തന്നെ തോൽപ്പിക്കാനായിട്ട് സിറിയയിലെ ഗവർണറിന് സാധിക്കുന്നുണ്ട്. യുദ്ധം ഏതാണ്ട് വിജയിക്കാറാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് വെസ്പേഷ്യൻ കടൽ കടന്ന് റോമിലേക്ക് എത്തിച്ചേരുന്നത്. റോമിലേക്ക് എത്തിച്ചേരുന്ന ആ സാഹചര്യത്തിൽ വിറ്റിലിയസ് പരാജയം രുചിച്ച് തൻ്റെ കൊട്ടാരത്തിൽ അഭയം നേടിയിരിക്കുകയായിരുന്നു. കൊട്ടാരത്തിലെത്തിയ വിറ്റിലിയസ് ആത്മഹത്യ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയത്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നും വിറ്റിലിയസിന് ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു അബദ്ധവുമായി മാറി. ആ ധൈര്യമില്ലായ്മയ്ക്ക് വലിയ വില തന്നെ അയാൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവിടെ നിന്ന് സൈനികർ അയാളെ തപ്പിയെടുക്കുന്നുണ്ട്. തപ്പിയെടുത്ത് തെരുവിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. വഴിയിലുള്ള ആളുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള വെറുപ്പായിരുന്നു വിറ്റിലിയസിനോട്. ഞങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരവസ്ഥകൾക്കും കാരണം ഈ ചക്രവർത്തിയാണെന്ന് അവർ സ്വയം കരുതി. സത്യത്തിൽ ഈ ഒരു ചക്രവർത്തി മാത്രമല്ല, അവിടെ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര ലഹള തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. വിറ്റിലിയസ് അതിൻ്റെ ചെറിയൊരു പങ്ക് വഹിച്ചു എന്ന് മാത്രം. പക്ഷേ ആ ദേഷ്യമെല്ലാം പൊതുജനങ്ങൾ ഈ വിറ്റിലിയസിൻ്റെ നേർക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളൊക്കെ സഹിച്ച് വലിച്ചിഴക്കപ്പെട്ടിട്ടാണ് അയാൾ റോമൻ ഫോറത്തിൽ എത്തിച്ചേരുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ മുഖമുദ്രയാണ് റോമൻ ഫോറം. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നമുക്ക് റോമിൽ കാണാൻ സാധിക്കുന്നതാണ്. ചന്തകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ റോമൻ ഫോറം. ആ റോമൻ ഫോറത്തിൽ കൊണ്ടുപോയി അയാളെ കെട്ടിയിട്ട് വിചാരണ നടത്തുകയാണ് വെസ്പേഷ്യൻ. ഒടുവിൽ അവിടെ വെച്ച് തന്നെ അതിദാരുണമായിട്ട് കൊല്ലുന്നുമുണ്ട്. കൊന്നതിന് ശേഷം ആ ശവശരീരം അഗ്നിക്ക് ഇരയാക്കുന്നില്ല. റോമൻ ആചാരമനുസരിച്ച് അഗ്നിക്ക് ഇരയാക്കിയാൽ മാത്രമേ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. അങ്ങനൊരു ശാന്തി അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി അയാളെ ടൈബർ നദിയിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു വർഷത്തോളം നീണ്ടു നിന്ന റോമിലെ അരാജകത്വത്തിന് ഒരു ശമനമായി. കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു ചക്രവർത്തി വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ തുടങ്ങിയാണ് ഫ്ലാവിയൻ ഡൈനാസ്റ്റിയുടെ തുടക്കം. വെസ്പേഷ്യൻ്റെ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എൻ്റെ 2 ചാനലുകളിൽ വെച്ച് ഏറ്റവും കുറച്ച് വ്യൂസ് കിട്ടുന്ന ഒരു സീരീസാണ് ഈ റോമൻ സീരീസ്. റോമൻ ചരിത്രം പൂർണ്ണമായിട്ടും വിവരിക്കുന്ന സീരീസ്. ഒരുപക്ഷെ വളരെ ലെങ്തി ആയിട്ടുള്ള സീരീസ് ആയതുകൊണ്ടായിരിക്കാം. ഇതിപ്പോൾ 7ാമത്തെയോ 8ാമത്തെയോ എപ്പിസോഡാണ്. അപ്പോൾ ഇത്രയും ലെങ്തി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളവർ 10,000 പേര് മാത്രമാണ്. വ്യൂസ് അതിങ്ങനെ ഗ്രാജ്വലി ഓരോ എപ്പിസോഡ് കഴിയും തോറും കുറഞ്ഞു വരികയാണ്. അതേസമയം ഞാൻ പാരലായിട്ട് ചെയ്യുന്ന മറ്റ് വീഡിയോകൾക്ക് ഒരുപാട് സ്വീകാര്യത ലഭ്യമാകുന്നുമുണ്ട്. പക്ഷേ ചെറിയൊരു ശതമാനം ആളുകളാണെങ്കിൽ പോലും ഈ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് നിർത്തരുതെന്ന് ഒരുപാട് പേര് എനിക്ക് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും അങ്ങനെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടർച്ചയായിട്ട് വീണ്ടും ഇതിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഒരുപാട് ആളുകളുടെ പേരുകളും ചരിത്രവും വർഷവും ഒക്കെ മനഃപ്പാഠമാക്കിയിട്ടാണ് നമ്മളത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തണം. അങ്ങനെ ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്കിൻ്റെ കൗണ്ട് വളരെ കൂടുതലാകുമ്പോൾ യൂട്യൂബിന് തന്നെ അത് മനസ്സിലാകും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീരീസ് ആണെന്ന്. അതിനു പുറമെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആളുകൾ ഈ വീഡിയോസ് കാണുമ്പോൾ കൂടുതൽ വേഗതയിൽ കൂടുതൽ കൃത്യമായിട്ട് സീരീസ് ചെയ്യാനായിട്ട്, എപ്പിസോഡുകൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ്. അതിന് നിങ്ങളുടെ ഒരു സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.